ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. നമ്മുടെ പല വീടുകളിലും ചില സാധനങ്ങൾ ഒന്നിലധികമുണ്ട്. ഒരേ ഉപയോഗമാണ് അതിനെല്ലാം. പിന്നെ എന്തിനാണ് ഈ ഒന്നിലധികം എന്ന് നമ്മൾ ചോദിച്ചേക്കാം. ഇതെങ്ങനെയാണ് ഒന്നിലധികം നമ്മുടെ വീട്ടിൽ വന്നുപെട്ടത്? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ, വിവാഹത്തിൻ്റെ അവസരങ്ങളിലോ അല്ലെങ്കിൽ പുതിയ വീട്ടിൽ താമസത്തിന് വേണ്ടി തുടങ്ങുന്ന സമയങ്ങളിലോ ഒക്കെ ഓരോരുത്തരായിട്ട് നമുക്ക് സമ്മാനമായി തരുന്നതൊക്കെയാണ്. പലപ്പോഴും പലരും ഈ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ഒരു വീടിൻ്റെ ആവശ്യമനുസരിച്ചോ അവർക്ക് വേണ്ടത് എന്തെന്ന് അന്വേഷിച്ചറിഞ്ഞിട്ടോ ഒന്നുമല്ലല്ലോ കൊടുക്കുന്നത്. കൊടുക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമില്ലാത്തതുമായ സാധനമാണ് കൊണ്ടു കൊടുക്കാറുള്ളത്. അത് സ്വാഭാവികമാണല്ലോ. ഞാൻ ഇത് പറഞ്ഞത് ദൈവത്തിന് നമ്മൾ എന്ത് കൊടുക്കാൻ കഴിയും, എന്ത് കൊടുത്താലാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് തുടർന്നുള്ള ഈ ചെറിയ സന്ദേശത്തിൽ അത് വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഒരിക്കൽ ഒരു മനുഷ്യൻ തനിക്ക് ജോലി വാങ്ങിക്കൊടുത്ത ആളിന് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുവാൻ ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. അവർ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല. അവിചാരിതമായി ലഭിച്ച ഒരു പരിചയം മുഖേനയാണ് ഈ ജോലി അദ്ദേഹം തനിക്ക് വാങ്ങിക്കൊടുത്തത്. ഉന്നതനായ ഈ ഉദ്യോഗസ്ഥൻ താമസിക്കുന്ന വീടൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇദ്ദേഹം ഒരു ദിവസം അതിരാവിലെ താൻ സ്വരൂപിച്ച ചില സമ്മാനങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം ആ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചു. അന്നയാളിൻ്റെ മുൻപിൽ വെച്ച് തന്നെ സമ്മാനപ്പൊതിയൊന്നും തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. അന്ന് ജോലിക്ക് ഹാജരായ ഈ മനുഷ്യനെ ഈ ഉന്നത ഉദ്യോഗസ്ഥൻ പിരിച്ചുവിട്ടു. ഇയാൾ വല്ലാതെ അങ്കലാപ്പിലായി. ഇന്ന് രാവിലെ ഞാനൊരു സമ്മാനം കൂടി കൊണ്ടു കൊടുത്തതാണ്, എൻ്റെ പണം അത്രയും കൂടി നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെയുള്ള ചിന്തയിൽ താൻ വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥന് പരിചയമുള്ള ചിലർ ആ ഓഫീസിലുണ്ടായിരുന്നു. അവർ വന്ന് ഇയാളോട് കാര്യം അന്വേഷിച്ചു. ചോദിച്ചെല്ലാം കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ കൊടുത്ത സമ്മാനത്തെക്കുറിച്ചായി സംസാരം. തികഞ്ഞ ഗാന്ധിയനായ ഈ ഉന്നത ഉദ്യോഗസ്ഥന് ഇയാൾ കൊണ്ടു കൊടുത്തത് വില കൂടിയ മദ്യവും മാംസവുമായിരുന്നു. തന്നെ ഇയാൾ പരിഹസിച്ചു എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ജോലിയിൽ നിന്നും ഇയാളെ പിരിച്ചുവിട്ടത്. അദ്ദേഹത്തിൻ്റെ അഭിരുചിയോ ആവശ്യമോ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇയാൾ എന്തെങ്കിലും സമ്മാനം കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തനിക്ക് അവിടെ ജോലിക്ക് തുടർന്നും അവസരമുണ്ടായേനെ. നമ്മൾ മനുഷ്യർ പലപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ്. പലയിടങ്ങളിലും അതിനുള്ള മത്സരവേദികൾ പോലെ തന്നെയാണ് ഓരോരുത്തരും ചെയ്യുന്നത്. വാസ്തവത്തിൽ ദൈവത്തിന് അങ്ങനെയുള്ള വസ്തുക്കളൊന്നുമല്ലല്ലോ ആവശ്യമുള്ളത്. ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശം സ്വന്തമായുള്ള ദൈവത്തെ നമ്മൾ എന്ത് കൊടുത്ത് പ്രസാദിപ്പിക്കാനാണ്? എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെടുന്നത്, ദൈവത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടും ആവശ്യമായിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയുമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. അതെ, ദൈവം നമ്മിലാണ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാണിക്ക ഒന്നുമില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേറെ ഒന്നും നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, നമ്മെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാനത്രേ. ഇനിയുമല്ല, ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത്. ദൈവഹിതം തിരിച്ചറിയുകയും വേണം. നമുക്ക് അതിനായി ശ്രമിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ്, അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ തന്ന് സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.